മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിൽ വ്യാപക പ്രതിഷേധം. ചേലക്കര നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എലിയപ്പറ്റ ക്ഷേത്രത്തിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ ഓമന പുത്രനാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് തലയിൽ കയറ്റി നടക്കുന്ന ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരാ, CPM-കാരാ, ആ രാധാകൃഷ്ണനാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ കോടതി പറഞ്ഞിരിക്കുന്നു. രാജിവെക്കണം. ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാധ്യത, ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കടപ്പാടുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണം, മാതൃക കാട്ടണം എന്നാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇവിടെ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, എന്ത് കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. ഒരു സഹകരണ ബാങ്ക് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഗ്രാമപ്രദേശത്ത് പണിയെടുത്ത് പാടത്തെ പറമ്പിന് പണിയെടുത്ത് കിട്ടുന്ന പൈസ അത് റെക്കറിംഗ് ഡെപ്പോസിറ്റായി അവിടെ നിക്ഷേപിക്കുന്നു. കൂടാതെ ഗൾഫിൽ പോയാൽ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അച്ഛന് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ നമ്മൾ പണം കണ്ടെത്തി ആ ബാങ്കിലിടുന്നു. ആ പാവങ്ങളുടെ പണമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു കുറുമുന്നണിയും കമ്മിറ്റിയും ഉണ്ടാക്കി. ഈ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ആ ബാങ്കിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ ചാർജ് ഒരു ഏരിയ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ പണമായിട്ട് മാത്രമല്ല സ്വർണമായിട്ടും ഒക്കെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ചേലക്കര അങ്ങാടിയിൽ ഇതിനു മുന്നും ഞങ്ങളുടെ കുട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ശ്രീ കെ രാധാകൃഷ്ണൻ AC മൊയ്തീനും കള്ളനാണ്, കട്ടിട്ടുണ്ട്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാമാന്യ മര്യാദ. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിക്ഷേപകരെ വഞ്ചിച്ച, കരുവന്നൂരിലെ പാവപ്പെട്ടവരെ മുഴുവനായി സാമ്പത്തികമായും മാനസികമായും തളർത്തിയ ഒരു MP ആയി നിലവിൽ കെ രാധാകൃഷ്ണൻ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം കരുവന്നൂരിൽ നടന്ന സംഭവം. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവരുടെ സമ്പദ് സുരക്ഷയ്ക്ക് വേണ്ടി കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം, ആ പണത്തിൽ നിന്ന് 100 കോടിയിലധികം രൂപ CPIM-ഉം CPIM-ന്റെ ജില്ലാ സെക്രട്ടറിമാരും കരുവന്നൂരിലെ ഭരണസമിതിയും അടിച്ചുമാറ്റി എന്ന വാർത്ത നാം കണ്ടതാണ്. അതിനുശേഷം അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നാം കണ്ടു. അവിടെ എത്തിച്ചേർന്ന അവിടുത്തെ ഒരു നിക്ഷേപകന്റെ ചികിത്സാ ചെലവിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അമ്മയുടെ ചികിത്സാ ചെലവിന് വേണ്ടി താങ്കൾ നിക്ഷേപിച്ച പണം ആ ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ ആ പണം പോലും കൊടുക്കാൻ കരുവന്നൂരിലെ ഭരണസമിതിക്ക് സാധിച്ചില്ല. ആ സാധിക്കാത്തതിനെ തുടർന്ന് ആ മരിച്ച ആ ശവശരീരം കൊണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മുന്നിൽ സമരം ചെയ്ത കാഴ്ച കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കാര്യം നാം ആരും മറന്നിട്ടില്ല.
DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ, ചേലക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, ശിവൻ വീട്ടിക്കുന്ന്, പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് CCV.